എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ. ആമസോണിൽ നിന്ന് വാങ്ങിച്ച ഒരു കുക്ക് വെയറിൻ്റെ സെറ്റാണ് ഇന്നിവിടെ അൺബോക്സ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഹസ്ബൻഡ് ഗിഫ്റ്റായിട്ട് വാങ്ങിച്ചു തന്നതാണ് കേട്ടോ. പക്ഷേ ഞാനിത് അൺബോക്സ് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഇത് നല്ല ഒരു കുക്ക് വെയർ സെറ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അത് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നിട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ഇഷ്ടമായിക്കണമെങ്കിൽ വാങ്ങിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ ഇവിടെ ആമസോണിൽ ഓഫറൊക്കെ ഉണ്ട്, ഓഫറൊക്കെ ഉള്ള സമയത്താണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാണ് ഇത് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് വാങ്ങിക്കോളിട്ടോ, ഇത് ഓഫറൊക്കെ തീരുന്നതിന് മുമ്പായിട്ട്. അപ്പോൾ നമ്മൾ ബോക്സൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മുകളിലായിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ പത്തിരി മാറ്റാണ് കേട്ടോ. അപ്പോൾ നോമ്പൊക്കെ വരുന്നത്. അപ്പോൾ എൻ്റെ പത്തിരി മാറ്റ് ആകെ കീറിപ്പോയിട്ടുണ്ട്. ഏകദേശം 2 വർഷമായിട്ടുണ്ട് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അതൊന്ന് പുതിയതായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ അവർ വിട്ടതാണ് കേട്ടോ. പിന്നെ താഴെയുള്ള ബോക്സിലാണ് നമ്മുടെ കുക്ക് വെയർ സെറ്റ് ഉള്ളത്. അപ്പോൾ അത് നമുക്ക് പൊട്ടിച്ച് നോക്കാം. അപ്പോൾ ഇത് ഈ കുക്ക് വെയർ സെറ്റ് കാരോട്ടിൻ്റെ ആണ് കേട്ടോ, കാരോട്ട് ബ്രാൻഡിൻ്റെ ആണ്. അപ്പോൾ ഇത് വൈറ്റ് ഗ്രാനൈറ്റ് ആണ് കേട്ടോ. പിന്നെ അതാണ് ഇതിൻ്റെ പ്രത്യേകത, നല്ല ഭംഗിയുള്ള കുക്ക് വെയർ സെറ്റാണ്. ഞാൻ ആമസോണിൽ നോക്കിയിരുന്ന സമയത്ത് ഈ ഒരു കുക്ക് വെയർ സെറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അന്ന് ഇതിന് 5000 സംതിങ് ആയിരുന്നു റേറ്റ് ഉണ്ടായിരുന്നത്. പിന്നെ ശരിക്കും ഇതിന് 6000 സംതിങ് ആണ് റേറ്റ് വരുന്നത്. പക്ഷേ നമുക്ക് 3500 കിട്ടിയത് കേട്ടോ. ഓഫറായിരുന്നു, 45% ഓഫർ ഉണ്ടായിരുന്നു. ആ ഒരു സമയത്താണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പം എങ്ങനെ അതിൻ്റെ ഓഫറും കാര്യങ്ങളൊന്നും അറിയില്ല. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ ഇതിൽ വന്നിട്ടുള്ളത് ഒരു 24 cmൻ്റെ ഒരു പാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതുപോലെ തന്നെ 2 ഫ്രൈങ് പാനാണ് വന്നിട്ടുള്ളത്, ഒരു വലിയതും പിന്നെ അതുപോലെ ഒരു ചെറുതുമാണ് കേട്ടോ. നമുക്ക് ഡെയിലി യൂസിനൊക്കെ പറ്റുന്ന 2 ഫ്രൈങ് പാൻ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ വേറെ ഒരു 18 സെൻറ്റിമീറ്ററിൻ്റെ വേറൊരു പാനും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാത്തിൻ്റെ ലിഡ് ഗ്ലാസിൻ്റെ ലിഡാണ്, ഹാൻഡിൽ വുഡിൻ്റെ ഹാൻഡിലാണ്. കാണാൻ നല്ല ഭംഗിയുള്ള ഒരു സെറ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ വൈറ്റ് ഗ്രാനൈറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ നമ്മൾ ബ്ലാക്ക് സ്റ്റൗമിലൊക്കെ വെക്കുമ്പോൾ ഈ വൈറ്റ് ഗ്രാനൈറ്റിൻ്റെ കുക്ക് വെയർ സെറ്റൊക്കെ ആകുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവുമല്ലോ കാണാൻ. അപ്പോൾ ഞാൻ ഇത് അൺബോക്സിങ് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാനെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി എന്തെങ്കിലും കുക്കിംഗ് വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ അതിൽ ഉൾപ്പെടുത്തട്ടോ ഈ പാത്രങ്ങൾ. അപ്പോൾ നല്ല ഭംഗിയുണ്ട് നമുക്ക് ഇതുപോലെ ഷോക്ക് വെക്കാനും. പിന്നെ നമുക്ക് കുക്ക് ചെയ്യാൻ തന്നെ ഒരു വൈറ്റ് ആകുമ്പോൾ തന്നെ ഒരു അധികം ഭംഗിയാണല്ലോ. അപ്പോൾ കൂടുതലൊക്കെ പാത്രങ്ങളൊക്കെ സ്റ്റീലും അതുപോലെ ഈ നോൺ സ്റ്റിക്കിനൊക്കെ ആകുമ്പോൾ ബ്ലാക്ക് കളറാണല്ലോ നമ്മൾ കൂടുതലായിട്ട് കിട്ടുക. അപ്പോൾ ഇത് വൈറ്റ് ആയപ്പോൾ വേറൊരു ഭംഗി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് വാങ്ങാൻ നല്ലൊരു വിചാരിച്ചൊരു കുക്ക് വെയർ സെറ്റ് തന്നെയാണ് എനിക്ക് ഹസ്ബൻഡ് വാങ്ങിച്ച് തന്നിട്ടുള്ളത്. പിന്നെ നല്ല കനമുണ്ട് കേട്ടോ, നല്ല മെറ്റീരിയലൊക്കെ നല്ല അടിപൊളി മെറ്റീരിയലാണ് കണ്ടിട്ട്. അപ്പോൾ ഞാൻ ഇതുവരെയൊക്കെ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ. യൂസ് ചെയ്തിട്ട് ഇനി ഫീഡ്ബാക്ക് അറിയിക്കാം. കണ്ടിട്ട് ഒരു കുഴപ്പമില്ല. ഇൻഡക്ഷൻ ബേസ്ഡ് ആണ്, നമുക്ക് ഇൻഡക്ഷൻ കുക്കറിൽ യൂസ് ചെയ്യാൻ പറ്റും, ഗ്യാസിൽ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ ചപ്പാത്തി മാറ്റ് ഉണ്ടല്ലോ, അതാണിത്. അപ്പോൾ ഇത് ഞാൻ അതിന് മുമ്പ് ഒന്ന് റിവ്യൂ ചെയ്തതാണ്. നല്ല മാറ്റാണ് കേട്ടോ. നമുക്ക് പത്തിരി ഉണ്ടാക്കാൻ ഇത്രയും നല്ല ഒരു മാറ്റില്ല. പത്തിരിക്കാണ് ചപ്പാത്തിയിലേറെ നല്ലത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ചൂടോട് കൂടിയൊക്കെ കുഴക്കുന്ന സമയത്ത് കൈയൊക്കെ ചൂടാവില്ല. അപ്പോൾ ഇതിലേക്ക് പൊടി ഇട്ടിട്ടാണ് കുഴക്കുകയാണെങ്കിൽ നല്ല സുഖമായിട്ട് നമുക്ക് കുഴക്കാനും അത് പെട്ടെന്ന് കുഴഞ്ഞ് കിട്ടുകയും ചെയ്യും. നമുക്ക് പത്തിരി പെട്ടെന്ന് ഇതിൽ തന്നെ പരത്തിയിട്ട് ഒക്കെ എടുക്കുകയും ചെയ്യാം. ഒരുപാട് പാത്രങ്ങളൊന്നും പരക്കൂല, നല്ല സുഖമാണ്. അപ്പോൾ ഇത് ഞാനിപ്പോൾ നോമ്പല്ല വരുന്നത്, അപ്പോൾ നോമ്പിന് പുതിയതായിട്ട് ആയിക്കോട്ടെ വിചാരിച്ചിട്ട് വാങ്ങിച്ച എൻ്റെ അടുത്തൊന്നും ഉണ്ട് യൂസ് ചെയ്യുന്നത്. അത് കുറച്ച് ഭാഗം കീറിപ്പോയിട്ടുണ്ട് കേട്ടോ. അത് ഒരു ദിവസം ഡോണറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് അത് കത്തി വെച്ചിട്ട് കട്ട് ചെയ്ത സമയത്ത് അതിലെന്തോ കത്തി എന്തോ സ്ക്രാച്ചായിപ്പോയി. പിന്നെ അതിൽ നിന്ന് അങ്ങനെ കീറിപ്പോയി. അപ്പോൾ അതുകൊണ്ട് നോമ്പിന് പുതിയതായിക്കോട്ടെ വിചാരിച്ചിട്ട് പുതിയത് വാങ്ങിച്ചതാണ്. നല്ല സുഖമാണ് കേട്ടോ. അത് നല്ല ഇതുപോലെ നമുക്ക് നല്ലതായിട്ട് കിട്ടും. പിന്നെ അതുപോലെ കൗണ്ടർ ടോപ്പിലൊക്കെ അത് നല്ല സ്റ്റിക്കി ആയിട്ട് നിൽക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുമൊന്നുമില്ല. നമ്മൾ മാവ് കൗണ്ടർ ടോപ്പിലിട്ട് കുഴക്കുമല്ലോ, അപ്പോൾ നമുക്ക് കൗണ്ടർ ടോപ്പ് എത്ര വൃത്തിയാക്കിയാലും ഒരു ക്ലീനായി തോന്നില്ലല്ലോ പിന്നെ മാവ് അതിലിട്ട് കുഴക്കാൻ. അപ്പോൾ ഇത് കൗണ്ടർ ടോപ്പിൽ ഇതിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് നിന്നും ചെയ്തോളും, നമുക്ക് കുഴക്കാനും നല്ല സുഖമാണ്. നല്ല വൃത്തിയായിട്ട് ഇത് കഴുകി എടുത്ത് വെക്കുകയും ചെയ്യാം. പിന്നെ ഇതിലുള്ള ഇൻസ്ട്രക്ഷനൊക്കെ ഇതിലുണ്ട്.
നമുക്കിതിന് വായിച്ചാൽ മതി. പിന്നെ ഇതിൻ്റെ ഹാൻഡിലൊക്കെ പറയുകയാണെങ്കിൽ നല്ല വുഡിൻ്റെ ഹാൻഡിലാണ്, അതുകൊണ്ട് കൈയൊന്നും ചൂടാവുകയില്ല. ലിഡിനായാലും പിന്നെ ഇതിൻ്റെ ഹാൻഡിൽ തന്നെയാണ് വരുന്നത്, വുഡിൻ്റെ ഹാൻഡിൽ തന്നെയാണ് വരുന്നത് ലിഡിലായാലും. നല്ല അതുകൊണ്ട് തന്നെ ഒരു ഭംഗി കൂടുതലുണ്ട് കാണാൻ. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട്, കമൻറ്റിൽ പിൻ ചെയ്തും കൊടുക്കുന്നുണ്ട്. വേണമെന്നുള്ളവർക്ക് ഒന്ന് ചെക്ക് ചെയ്യട്ടോ പോയിട്ട്. ഇപ്പോൾ എങ്ങനെയാണ് ഓഫർ എന്നറിയില്ല, ദിവസം മാറിയാണ് ഓഫർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ, ചെറിയൊരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും ചെയ്യട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.